ആദ്യമായിട്ട് എല്ലാവർക്കും നമ്മുടെ ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പൊ ഇതില് എന്റമോളജിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എന്റമോളജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ പോർഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഹിസ്റ്ററി പാർട്സ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഹിസ്റ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്ട്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നത്. ഒരു ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഞാൻ കൂടുതലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും പറഞ്ഞു തരുന്നത്. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓർമ്മിച്ച് വെച്ചിരിക്കേണ്ട പോയിന്റ്സുകൾ ഏതാണ്, അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു എന്റമോളജി. അപ്പൊ എന്റമോളജി നമ്മൾ എപ്പോഴും അറിയാം, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ JRF ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നോക്കുമ്പോൾ എപ്പോഴും എവിടെയാണ് ഒറിജിൻ, വേർഡ് ഒറിജിൻ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ നിന്ന് തന്നെ ഇപ്പോഴേ പഠിച്ചു പോവാം. എന്റമോളജി എന്നുള്ള ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഗ്രീക്ക് എന്ന വേർഡിൽ നിന്നും, ഇൻസെക്ട് എന്നുള്ള ഒരു വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ്. അപ്പൊ ഈ ഒരു ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. വേണമെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി വാട്ട് ഈസ് എന്റമോളജി? അപ്പൊ എന്റമോളജി എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇപ്പോ ഓൾറെഡി നമുക്കറിയാം എന്റമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. അപ്പൊ ഈ എന്റമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കുക ദാറ്റ് ഈസ് സ്റ്റഡി. അത് കോമൺലി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, പോമോളജി അല്ലെങ്കിൽ എന്റമോളജി, പത്തോളജി. അപ്പൊ ഓളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റഡി ഓർ ലോഗോസ് എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ്, അപ്പം നമുക്ക് ഫസ്റ്റ് ടേമിന്റെ മീനിങ് ആണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് എന്റമോൺ. എന്റമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നമുക്ക് എന്റമോളജിയിൽ നമ്മൾ ഇൻസെക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇൻസെക്ട്? ഇൻസെക്ട് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ് ലാറ്റിൻ വേർഡും? ഇൻസെക്റ്റം. ഇൻസെക്റ്റം എന്ന് പറഞ്ഞുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞത് വേർഡ് വന്നിരിക്കുന്നത്, ഇംഗ്ലീഷ് വേർഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്കൊരു ഇൻസെക്ട് അല്ലെ, ഇൻസെക്ട് നമുക്ക് സെക്റ്റമാക്കാൻ പറ്റുന്നത് അല്ലെ, സെക്റ്റ് ആക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സെക്ഷൻ ആക്കാൻ പറ്റുന്നത്. അതാണ് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ എളുപ്പം അല്ലെ. ഇൻസെക്ട് സെക്ഷൻ ആക്കാൻ പറ്റുന്നത്, ദാറ്റ് മീൻസ് കട്ട് ഇൻടു, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പല പല സെക്ഷൻസ് ആക്കാൻ പറ്റുന്നതാണ് ഇൻസെക്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിച്ചിരിക്കാൻ, ഇനി എന്റമോളജി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ആണോ ലാറ്റിൻ ആണോ മൊത്തത്തിൽ കൺഫ്യൂഷൻ കിടക്കും അല്ലെ. നമുക്ക് കുറെ സബ്ജക്റ്റിൽ ഇങ്ങനെ പഠിക്കാനുള്ളത് കൊണ്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എന്റമോളജിയിൽ എന്തുണ്ട്? ഫസ്റ്റ് ടേം ഇ ആണ് അല്ലെ, സോറി ഫസ്റ്റ് ലെറ്റർ ഇ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നോക്കുക, ഗ്രീക്ക് എന്ന വേർഡില് ഇ ഉണ്ടല്ലേ, അങ്ങനെ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി ഇൻസെക്ട്. ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലാറ്റിൻ വേർഡ് ആണ്. ആ ഐന്റെ താഴത്തെ ലെറ്റർ നീട്ടുക അല്ലെ. അപ്പൊ ഒരു ട്രിക്കാണ്, ഞാൻ ജസ്റ്റ് ഓർമ്മിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാണ്, ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നാൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ഇൻസെക്ട്? ഇൻസെക്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള, ഇറ്റ്സ് എ മോസ്റ്റ് ഡോമിനന്റ് സ്പീഷീസ് ഓൺ ദ എർത്ത് ആണ്. 480 മില്യൺ ഇയേഴ്സിന് മുന്നേ ഒറിജിനേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ നോർമലി ഇൻസെക്ട്സിന്റെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എപ്പോഴും ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് അവരുടെ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണം. ഈവൻ നമ്മൾ +2 പോലും നമ്മുടെ ബോട്ടണി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻസ്, ഡൊമൈൻസ് ഒക്കെ പഠിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും പഠിക്കാം. നമുക്ക് നമ്മുടെ ഇൻസെക്ട് വരുന്ന ഡൊമൈൻ ഏതാണെന്നുള്ളത് പഠിക്കണം. അപ്പൊ കിങ്ഡം അനിമേലിയ, സബ് ഫൈലം വരുന്നുണ്ട്, ദാറ്റ് ഈസ് യൂണി, ക്ലാസ് വരുന്നത് ഹെക്സാപോഡ ഓർ ഇൻസെക്ട, ദെൻ ഓർഡർ ഈസ് 29. അപ്പൊ അതൊന്ന് നോക്കി പോവാം. നമ്മൾ നോർമലി ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ മുകളിൽ നിന്ന് താഴേക്കാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു കിങ്ഡം ആനിമേലിയ ഉണ്ട്, കിങ്ഡം പ്ലാന്റിയ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ആനിമൽസിൽ പെടുന്നതാണ് നമ്മുടെ ഇൻസെക്ട്സ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ. അപ്പൊ എല്ലാ ഇൻസെക്ട്സും ആനിമൽസ് ആണോ? യെസ്. അപ്പൊ ആനിമൽസിൽ വരുന്നത് തന്നെയാണ് ഇൻസെക്ട്സ്, അതുകൊണ്ടാണ് കിങ്ഡം ആനിമാലിയയിൽ വന്നത്. ഇനി അതിന്റെ ഉള്ളിൽ നമുക്ക് ഫൈലം വരുന്നുണ്ട്. ഫൈലമാണ് ആർത്രോപോഡ. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫൈലമാണ് ആർത്രോപോഡ. ഇനി ആക്ച്വലി ഫൈലം ആർത്രോപോഡയ്ക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, അത് നമുക്ക് താഴോട്ട് പഠിക്കാം. ഇനി ഫൈലം ആർത്രോപോഡ. ഇനി ആർത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് എന്നും, പോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്നാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, സബ് ഫൈലം വരുന്നത് യൂണിറാമിയ എന്നാണ് സബ് ഫൈലം. ഇനി സബ് ഫൈലം കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത ഹൈറാർക്കിയാണ് ക്ലാസ്. ഓക്കെ, അപ്പൊ ക്ലാസ് ആണ് ഏത്? ഹെക്സാപോഡ. ആക്ച്വലി നമ്മൾ ഇൻസെക്ട എന്ന് പറയുന്നത്. ഹെക്സ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒക്ട, പെന്റ,
അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഹെക്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 6. ഹെക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. പോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ദാറ്റ് ഈസ് ഫുഡ്. അപ്പൊ 6 കാലുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ 6 കാലുള്ള ആനിമൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഹെക്സാപോഡ എന്ന ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവയാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയുന്നത്. ഇനി എത്ര ഓർഡേഴ്സ് ഉണ്ട്? ഇനി അടുത്ത ഹൈറാർക്കിയൽ ഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. എത്ര ഓർഡർ ഉണ്ട്? 29 ഓർഡേഴ്സ്. പഴയ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഇൻസ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ പുതിയ കുട്ടികളല്ലേ, ഇപ്പൊ നിങ്ങളൊക്കെ പഠിച്ചത് ഏതാണ്? ക്രിസ്ത്യൻസൻസ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. അക്കോർഡിംഗ് ടു ദാറ്റ് നമുക്ക് എത്ര ഓർഡർ ഉണ്ട്? 33 ഓർഡർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഫൈലം ആർത്രോപോഡേനെ വീണ്ടും നമ്മൾ 7 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതാ ഇവിടെ ഒന്ന് നോക്കിയേ, ഫൈലം നമ്മുടെ ആർത്രോപോഡ. എവിടെയാ ആർത്രോപോഡ? ഓക്കെ, ആർത്രോപോഡനെ നമ്മൾ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഒന്നാണ് ഏത്? ഹെക്സാപോഡ. ഏത് സബ് ഫൈലം ഞാൻ പറയുന്നില്ല, നേരെ നമ്മൾ ഏതിലേക്ക് വന്നു? ക്ലാസ്സിലേക്ക് വന്നതാണേ. അപ്പൊ മനസ്സിലായല്ലോ, ആ ഒരു ഹൈറാർക്കി മനസ്സിലായെന്ന് കാണുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആർത്രോപോഡയുടെ ഉള്ളില് 7 ക്ലാസ്സസ് ഉണ്ട്. എത്രയാണ്? 7 ക്ലാസ്സസ്. പക്ഷേ നിങ്ങളിപ്പോ പുതിയ ക്രിസ്ത്യൻസൻ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോ ഇത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടപ്പുണ്ട്. ഞാൻ പഴയ ഒരു ബേസിസിലാണ് പറഞ്ഞു പോകുന്നത്. പുതിയത് ഞാൻ പറഞ്ഞു തരാം, ടാക്സോണമി വരുമ്പോൾ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ആർത്രോപോഡയില് 7 ക്ലാസ്സസ് ആണുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ 7 ക്ലാസ്സസ്? ജസ്റ്റ് പേര് ഓർമ്മിച്ച് വെച്ച് പോവാം. ഒന്ന് ഒണിക്കോഫോറ, ദെൻ ക്രസ്റ്റേഷ്യ, അരാക്കിനിഡ. അരാക്കിനിഡ ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് അരാക്കിനിഡ. ദെൻ കൈലോപോഡ, ഡിപ്ലോപോഡ, ട്രിലോബിറ്റ ആൻഡ് ഹെക്സാപോഡ. ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഹെക്സാപോഡ. അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? ഹെക്സാപോഡ. നമ്മൾ എന്റമോളജി പഠിക്കുന്നത് കൊണ്ട് ഹെക്സാപോഡയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ഓൾസോ വി ഹാവ് ഇമ്പോർട്ടൻസ് ഓൺ അരാക്കിനിഡ. അരാക്കിനിഡയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ നോൺ ഇൻസെക്ട് ഗ്രൂപ്പിൽ വരുന്ന ഒരു പെസ്റ്റ് പഠിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അല്ലെ, പെസ്റ്റ് എന്റമോളജിയിൽ നമ്മൾ പെസ്റ്റ്, ക്രോപ്പ് പെസ്റ്റ് പഠിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു നോൺ ഇൻസെക്ട് പെസ്റ്റിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ മൈറ്റ് അല്ലെ, മൈറ്റ്. അപ്പൊ മൈറ്റിന്റെ ക്ലാസ് ആണ് അരാക്കിനിഡ. അപ്പം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അരാക്കിനിഡയും ഹെക്സാപോഡയും ഒരേ ഫൈലത്തിലാണ് വരുന്നത്. അത് ആർത്രോപോഡ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയാം, ബോത്ത് അരാക്കിനിഡ ആൻഡ് ഹെക്സാപോഡ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്ലാസ് ആർത്രോപോഡ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടർ അറിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വന്നു പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ഒണിക്കോഫോറയില് നമ്മൾ പറയുന്നത് ക്ലോ ബിയറിംഗ് ഗ്രൂപ്പ്സ് ആണ്. ക്ലോ മീൻസ് ഈ ലെഗിന് പകരം ക്ലോസ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക. പെരിപാറ്റസ് ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ക്രസ്റ്റേഷ്യ. ക്രസ്റ്റേഷ്യ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ക്രസ്റ്റേഷ്യൻസ് ഗ്രൂപ്പ്സ് എസ്പെഷ്യലി ഷെല്ലുള്ള ബോഡി വാൾ അവരുടേത് ഷെല്ലായിരിക്കും. കൂടുതലും നമുക്ക് വരുന്നത് അക്വാറ്റിക് ആയിട്ട് വരുന്ന പ്രോൺസും ക്രാബും ആണ് വരുന്നത്. ഇനി ഇവർക്കൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, 2 pairs ഓഫ് ആന്റിന ഉണ്ട്. എന്താണ്? 2 pairs ഓഫ് ആന്റിന. ഇനി നെക്സ്റ്റ് നമ്മുടെ അരാക്കിനിഡ. അരാക്കിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർ എന്നാണ് അർത്ഥം. ഓക്കെ, അരാക്കിനിഡ. അപ്പൊ സ്പൈഡറും മൈറ്റ്, ദെൻ നമ്മൾ നോർമലി പറയുന്ന ആള് ആരാണ്? തേളെന്ന് നമ്മൾ കേൾക്കാറില്ലേ? യെസ്, സ്കോർപ്പിയൻസും സ്പൈഡറും ടിക്കും മൈറ്റും ഇവരെല്ലാരും ഏതിലാ വരുന്നേ? ഒരേ ഏതാണ്? ഫൈലം ആർത്രോപോഡനുള്ളിൽ വരുന്ന അരാക്കിനിഡ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് വരുന്നത്. ഓർമ്മിച്ച് വെക്കാലോ? യെസ്. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ദ സ്പൈഡർ ഏതാണ്? സ്പൈഡറിന്റെ ക്ലാസ് ആയ അരാക്കിനിഡയിൽ ഒരു നോൺ ഇൻസെക്ട് പെസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ചിലപ്പം സ്പൈഡർ, അരാക്കിനിഡ, മൈറ്റും സ്കോർപ്പിയനും സ്പൈഡറും ഒരേ ക്ലാസ്സിലാണ് വരുന്നതെന്ന് അറിയില്ല എങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പിന്നെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മുടെ കറന്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ കുറെ സ്റ്റേറ്റ്മെന്റ്, ദെൻ ഓപ്ഷൻസ്, അങ്ങനെയാണ് തരാറ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന അസംഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർലി ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്, അവിടെ മാർക്ക് പോകും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഓർമ്മിച്ച് വെച്ചേക്കാം. ദെൻ കൈലോപോഡ മീൻസ്
നമ്മുടെ സെന്റിപീഡ്സ്. സെന്റിപീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈലോ മീൻസ് ലിപ്പ് എന്നാണ് അർത്ഥം, പോഡ മീൻസ് അപ്പൻഡേജസ്. അവർക്ക് പോഡ മീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ, ഫൂട്ട് അല്ലെങ്കിൽ അപ്പൻഡേജ്, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഡിപ്ലോപോഡ. ഡിപ്ലോപോഡ ആണ് നമ്മുടെ മില്ലിപീഡ്സ്. അട്ട. നമ്മുടെ സെന്റിപീഡ്സ് ആണ് ഇദ്ദേഹം, മില്ലിപീഡ്സ് ആണ് ഇദ്ദേഹം. ഓക്കെ, നെക്സ്റ്റ് ട്രിലോബീറ്റ നമ്മുടെ എക്സ്റ്റെൻഡ് ഗ്രൂപ്പാണ്. ഇപ്പൊ ആള് നമുക്ക് ഇല്ല, എക്സ്റ്റെൻഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ദെൻ നമ്മുടെ ഹെക്സാപോഡ. ഹെക്സാ മീൻസ് 6 ആണെന്നും ഓക്കെ ലെഗ് ആണ് പോഡ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, നോർമൽ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സ് എടുത്തേ, പെട്ടെന്നാവട്ടെ. ഒരു ജസ്റ്റ് ഒരു അസംഷൻ ആണ്, നിങ്ങൾ വായിച്ച് പഠിച്ചു പോയിട്ടുണ്ടായിരിക്കാം എവിടെയെങ്കിലൊക്കെ. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഫ്രഷേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് ഗസ് അടിച്ചോ. ഡ്യൂറിംഗ് വിച്ച് ജിയോളജിക്കൽ പീരീഡ് ഡിഡ് ദ ഫസ്റ്റ് വിങ്ഡ് ആൻഡ് ഫൈറ്റോഫാഗസ് ഇൻസെക്ട് ഒറിജിനേറ്റഡ്? ഓക്കെ, എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്തോ, പെട്ടെന്നാവട്ടെ. ചാറ്റ് ബോക്സ് എടുത്തേ, വെറുതെ ഗസ് അടിച്ചോ. ഏത് ജിയോളജിക്കൽ പീരീഡിലാണ് വിങ്ഡ് ഇൻസെക്ട് അല്ലെങ്കിൽ ഫൈറ്റോഫാഗസ് ഇൻസെക്ട് ഗ്രൂപ്പ് വന്നത്, ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്നാവട്ടെ, ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് റെസ്പോൺസ് പറഞ്ഞേ. ഓക്കെ, ഒരാള് കാംബ്രിയം പറയുന്നുണ്ട്. ഓക്കെ, മീസോസോയിക് പറയുന്നുണ്ട്. ഓക്കെ, വെറുതെ നിങ്ങൾ ചാറ്റ് ബോക്സ് എടുത്ത് യൂസ് ചെയ്തോ കുട്ടികളെ. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. അയ്യോ എന്റെ തെറ്റിപ്പോകുന്ന പറഞ്ഞൊരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെ അഭിമുഖീകരിക്കാനുള്ള കോൺഫിഡൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന അത്രേ ഉള്ളൂ. വെറുതെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇതാക്കുക. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും പഠിച്ചിട്ടൊന്നും വന്നല്ല വന്നിരിക്കുന്നത്, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, യെസ്, ഡിവോണിയൻ. ഓക്കെ, ഗുഡ്. യെസ്, എന്നാ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആക്ച്വലി ആൻസർ വരുന്നത് കാർബോണിഫറസ് ആണ്. ഓക്കെ, ഏതാണ്? കാർബോണിഫറസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ജിയോളജിക്കൽ പീരീഡിലാണ് ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്തത്? ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്ത പീരീഡ് ഏതാന്ന് ആർക്കെങ്കിലും അറിയാമോ? ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ ബേസിക് എന്റമോളജി പഠിക്കുമ്പോൾ BSc നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഏത് ജിയോളജിക്കൽ പീരീഡിലാണ് ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്തതെന്ന് അത് ആർക്കെങ്കിലും അറിയാവോ? അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അതാണ് നമ്മുടെ ഡിവോണിയൻ പീരീഡ്. ഓക്കെ, ആക്ച്വലി ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്തത് ഡിവോണിയൻ പീരീഡിലാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ, ഒന്ന് വായിച്ചേ. ഏത് ജിയോളജിക്കൽ പീരീഡിലാണ് ഫസ്റ്റ് വിങ്ഡ് ആൻഡ് ഫൈറ്റോഫാഗസ് ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്തത്? ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇൻ ഡെപ്തിലേക്ക് പോയി. നമ്മൾ നോർമലി പഠിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്ത ജിയോളജിക്കൽ പീരീഡ് ഏതാണെന്നാണ് അല്ലെ? അത് ഡിവോണിയൻ ആണ്. ബട്ട് ഫസ്റ്റ് വിങ്ഡ് ആയിട്ടുള്ളതും ഫൈറ്റോഫാഗസ് ആയിട്ടുള്ളത്, ദാറ്റ് മീൻസ് നമ്മുടെ ഇൻസെക്ട് നമുക്ക് അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് പെസ്റ്റായി. ഫൈറ്റോഫാഗസ് മീൻസ് പ്ലാന്റിനെ ഈറ്റ് ചെയ്യാൻ. ഫൈറ്റോ മീൻസ് പ്ലാന്റ്, ഫാഗസ് മീൻസ് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ ഫൈറ്റോഫാഗസ് ആയിട്ടുള്ള ഇൻസെക്ട് ഒറിജിനേറ്റ് ചെയ്തത് ഏത് ജിയോളജിക്കൽ പീരീഡിലാണ്? കാർബോണിഫറസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഡെപ്തിലേക്ക് പോകാൻ വേണമെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അരാക്കിനിഡ, നോൺ ഇൻസെക്ട് പെസ്റ്റ് നമ്മൾ എന്റമോളജിയിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ അരാക്കിനിഡയിൽ വരുന്നതാണ് ആരൊക്കെ? മൈറ്റ്, ടിക്സ്. ഓക്കെ, മൈറ്റ് ഉണ്ട്, ടിക്സ് ഉണ്ട്, സ്പൈഡർ ഉണ്ട്, ദെൻ സ്കോർപിയൻസ് ഉണ്ട് അല്ലെ? ഇനി കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ ഓർമ്മിച്ച് വെച്ചേക്കണം. നമ്മൾ അക്കാരോളജി എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് അല്ലെ? എന്താണ്? സ്റ്റഡി ഓഫ് മൈറ്റ്സ് അല്ലേ? സ്റ്റഡി ഓഫ് അരാക്കിനിഡ, അതാണ് നമ്മുടെ ഏത്? അക്കാരോളജി. ഏതാണ്? അക്കാരോളജി. നമുക്കൊരു കോഴ്സ് ഉണ്ടല്ലേ? കോഴ്സ് സോറി, ഇപ്പം കറന്റ്ലി പോകുന്ന സിലബസിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് കോഴ്സ് ആയിട്ടില്ല. പക്ഷെ നമ്മളൊരു പോർഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? നോൺ ഇൻസെക്ട് പെസ്റ്റിന്റെ ഗ്രൂപ്പിൽ ഒരു പോർഷൻ ആയിട്ട് അക്കാരോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ടേംസും കാര്യങ്ങളും നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. സെഫാലോതൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡും തൊറാക്സും കൂടി ചേരുന്ന ഒരു ബോഡി സെഗ്മെന്റ് ആണ് അവർക്കുള്ളത്. ഓക്കെ, ഹെഡും ബോഡിയും ചേരുന്നതാണ് സെഫാലോതൊറാക്സ്. ഇനി നോർമൽ ഇൻസെക്റ്റിന് നമ്മൾ എത്ര ലെഗ് ഉണ്ടെന്നാ പറഞ്ഞത്? ഹെക്സാപോഡ് 6 ലെഗ്. പക്ഷെ ഇവർക്ക് എത്രയാണ്? 4 pairs of legs. അതാണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ആൻഡ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ്
ക്യാരക്ടർ ഈസ് ദേ ആർ അൺസെഗ്മെന്റഡ്. അതെങ്ങനെയായിരിക്കും? സെഗ്മെന്റഡ് ആയിരിക്കില്ല. അവരുടെ കാലുകൾ അൺസെഗ്മെന്റഡ് ആയിരിക്കും. ഇനി അവർക്ക് ആന്റിന ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അവർക്ക് ആന്റിന ഇല്ല. ഇനി മൈറ്റിന്റെ മൗത്ത് പാർട്ടിന് പറയുന്ന ഒരു പേരാണ്, സ്പെഷ്യൽ പേരാണ് കെലിസെറെ ഓർ ചെലിസെറെ. നിങ്ങൾക്ക് എങ്ങനെയാണോ പറയാൻ എളുപ്പം അത് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പൊ നോർമൽ ഇൻസെക്റ്റിൽ നിന്ന് ഇവർക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഡിഫറൻസ് ഉണ്ട്, അത് ഓർമ്മിച്ച് വെച്ചേക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ എടുത്ത് ചോദിക്കാം. സെഫാലോതൊറാക്സ് എന്നാണ് അവരുടെ ബോഡിനെ പറയുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് ഹെഡ് തൊറാക്സും മാത്രമേ ഉള്ളൂ, അബ്ഡമൻ എന്നുള്ള ഒരു പോർഷൻ ഇല്ല. അതെല്ലാം ഫ്യൂസ് ചെയ്തിട്ടായിരിക്കുന്നത്. ഇനി അവർക്ക് എത്ര പെയർസ് ഓഫ് ലെഗ്സ് ആണുള്ളത്? 4 പെയർസ് ഓഫ് ലെഗ്സ് ആണുള്ളത്. ഓർമ്മിക്കാൻ പെട്ടെന്ന് ഓർമ്മിക്കുക. ഇനിയിപ്പോ ഇൻ കേസ് പെട്ടെന്ന് ആലോചിക്കുമ്പോ അയ്യോ മൈറ്റിന് എത്ര കാല്, അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഓർമ്മിക്കുക, ചെലന്തിന്റെ കൂട്ടത്തിലാണല്ലോ മൈറ്റ് വരുന്നത്, അപ്പൊ ചെലന്തിക്ക് 8 കാലി അല്ലേ, 8 കാല്. അങ്ങനെയെങ്കിലും ഓർമ്മിക്കുക. ദാറ്റ് ഈസ് 4 പെയർസ് ഓഫ് ലെഗ്. ഇനി ആന്റിന ഉണ്ടോ? ആന്റിന ഇല്ല. മൗത്ത് പാർട്ട് കംപ്രൈസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മൗത്ത് റീജിയൻ ആണ്. ആക്ച്വലി മൗത്ത് ഓഫ് മൈറ്റ് എന്നല്ല പറയുന്നത്, അതൊരു സ്പെഷ്യൽ റീജിയൻ ആണ്. ആ ഹെഡിന്റെ ഒരു സ്പെഷ്യൽ റീജിയനെയാണ് നമ്മൾ കെലിസെറ അല്ലെങ്കിൽ ചെലിസെറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള വേറൊരു കാര്യമാണ് ക്യാരക്ടേഴ്സ് ഓഫ് ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സെഗ്മെന്റഡ് ബോഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇൻസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ദേ ക്യാൻ ബി സെക്ഷൻഡ് അല്ലെങ്കിൽ കട്ട് ഇൻടു അല്ലെ. അപ്പം സെഗ്മെന്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. ഇനി ഈ സെഗ്മെന്റ്സിനെ നമ്മൾ എങ്ങനെ 3 റീജിയൻ 2 or 3, ഓക്കെ, അത് 2 നമ്മൾ അങ്ങനെ അധികം പറയാറില്ല, എപ്പോഴും 3 ആണ് പറയാറ്. അത് എക്സെപ്ഷൻ ആണ്, നമുക്ക് ടാക്സോണമി പോർഷൻസിൽ വരുമ്പോൾ ഡീറ്റെയിൽഡ് പഠിക്കാം. 3 റീജിയൻസ് ആണ് പറയുന്നത്. ആ റീജിയന് പറഞ്ഞ പേരാണ് ടാക്മ. ഓക്കെ, അപ്പം ആ ഒരു സെഗ്മെന്റ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാക്മോസിസ്. ഇനി എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക? അവരുടെ എക്സോസ്കെലിറ്റനെ പറയുന്ന പേരാണ് എന്താണ്? എക്സോസ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? കൈറ്റിൻ വെച്ചിട്ടാണ്. കൈറ്റിൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ ആണ്. കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ ഉണ്ടായിരിക്കും. ഇനി എക്സോസ്കെലിറ്റനും എന്നുള്ളൊരു ടേമും നമ്മൾ പഠിക്കാറുണ്ട്, എൻഡോസ്കെലിറ്റൻ എന്നുള്ളൊരു പേരും കേൾക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് എക്സോസ്കെലിറ്റൻ, എന്താണ് എൻഡോസ്കെലിറ്റൻ, എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം. ഇനി നമ്മുടെ മനുഷ്യന്റെ കാര്യത്തിൽ ഒന്നും എടുത്തേ. മനുഷ്യന്റെ കാര്യത്തില് എക്സോ എന്ന് പറഞ്ഞാൽ എന്താ? പുറമെ അല്ലെ, പുറത്ത്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകാന്നല്ലേ, അപ്പൊ എക്സോ മീൻസ് പുറമെ. ഇനി എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് അല്ലെ, എൻട്രി കിട്ടുക, പുറത്തെ ഉള്ളിലേക്ക് പോവാ അല്ലെ, എൻട്രി. അത് അങ്ങനെ ആലോചിച്ചാൽ മതി, എൻഡോ. ഓക്കെ, എൻഡോസ്കെലിറ്റൻ. ഇനി എക്സോസ്കെലിറ്റൻ, മനുഷ്യനെ ഒന്ന് ആലോചിച്ചാൽ, മനുഷ്യന്റെ എക്സോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പുറമേ ഉള്ള ഭാഗം ഏതാണ്? സ്കിന്നാണ് അല്ലേ, സ്കിന്ന്. ഇനി എൻഡോസ്കെലിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉള്ളിലുള്ളതാണ് അല്ലെ. നമ്മുടെ ഉള്ളിലുള്ള എൻഡോസ്കെലിറ്റൻ എന്താ? നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം ആണ് അല്ലെ, സ്കെലറ്റൽ സിസ്റ്റം അല്ലെ. നമ്മൾ എന്താ മലയാളത്തിൽ പറഞ്ഞ അസ്ഥികൂടം അല്ലെ. അപ്പം നമുക്ക് പുറമെ സ്കിന്നുണ്ട്. അതുപോലെ ഇൻസെക്റ്റിനും എന്തുണ്ട്? അവർക്ക് പുറമെ ഒരു സ്കിന്ന് പോലെയുണ്ട്. പക്ഷെ അവരുടെ ഇതിനെ എന്താ നമ്മൾ പറയുന്നത്? കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ എന്നാണ് പറയുന്നത്. നമുക്ക് സ്കിന്നുള്ള പോലെ അവർക്ക് പുറമേ ഉള്ള സാധനമാണ് കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ. ഇനി നമുക്ക് ഉള്ളിൽ എന്തുണ്ട്? കുറെ അസ്ഥികളുണ്ട് അല്ലെ, ബോൺസ് ഉണ്ട്. അതുപോലെ ഇൻസെക്റ്റിനും എന്തുണ്ട്? എൻഡോസ്കെലിറ്റൻ ഉണ്ട്. പക്ഷെ അതെല്ലാം കുറെ മസിൽസും പ്രോട്ടീൻസും വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇൻസെക്റ്റിന്റെ ഉള്ളിലെ എൻഡോസ്കെലിറ്റൻ. പക്ഷെ ഒരു ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും സർവൈവൽ കപ്പാസിറ്റി കൊടുക്കുന്നതും അവരുടെ എന്താണ്? കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ ആണ്, എൻഡോസ്കെലിറ്റൻ അല്ല. ആ പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇനി അവരുടെ ഗ്രോത്ത് നടക്കുന്ന എങ്ങനെയാണ്? മോൾട്ടിങ് വഴിയാണ്. മോൾട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറമേയുള്ള ഈ സ്കിന്നിലെ, ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ സ്കിന്ന് ചില സമയത്ത് വിന്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാലിലേക്കും കയ്യിലേക്ക് പൊളിഞ്ഞു പോകാറുണ്ട് അല്ലെ. അതുപോലെ ഇൻസെക്റ്റിന്റെ എൻറ്റയർ ബോഡിയിൽ നിന്ന് അവരുടെ പുറമേയുള്ള എക്സോസ്കെലിറ്റൻ എന്ത് ചെയ്യാറുണ്ട്? പൊഴിഞ്ഞു പോകാറുണ്ട്. ആ പൊഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് മോൾട്ടിങ്. അങ്ങനെ പൊഴിഞ്ഞു പോയാൽ മാത്രമേ അവർക്ക് ശരീരത്തിന്റെ വലിപ്പം വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ പ്രോസസ്, അതിനെ പറയുന്ന പേരാണ് മോൾട്ടിങ്. ഇനി അവരുടെ ബോഡി എങ്ങനെയാ? ബോഡി ബൈലാറ്ററൽ സിമെട്രി ആണ്. നമ്മളും എന്താണ്? ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഇൻസെക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ
ഒറ്റ ഇതില് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ബൈലാറ്ററൽ. ബൈ മീൻസ് രണ്ട് സൈഡിലേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ, ഒരേപോലെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി ദ ബോഡി ക്യാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് ബ്ലഡ് ആൻഡ് കോൾഡ് ആസ് ഹീമോസീൽ. ഇതൊക്കെയാണ് എന്റമോളജിയിലെ ഇമ്പോർട്ടന്റ് കുറച്ച് ടേംസുകൾ കേട്ടോ. മൗൾട്ടിങ്, കൈറ്റിനസ്, സ്പാഗ്മോസിസ്, സ്റ്റാഗ്മ, ഹീമോസീൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്താന്ന് ഓർമ്മിച്ച് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം. അപ്പൊ ബോഡി ക്യാവിറ്റി ഉണ്ട്, ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡും ഉണ്ട്. ഓർമ്മിച്ച് വെച്ചേക്കാം, ബ്ലഡ് ഉണ്ട്. പക്ഷെ ബ്ലഡ് എന്നല്ല പറയുന്നത്, ഹീമോസീൽ എന്നാണ് പറയുന്നത്. ഇനി ട്യൂബുലാർ ആയിട്ടുള്ള അലിമെന്ററി കനാലാണ്. നമ്മളെ പോലെ നമുക്ക് എന്ത് തന്നെയാണ്, ട്യൂബുലാർ ആയിട്ടുള്ള അലിമെന്ററി കനാലാണ് വിത്ത് മൗത്ത് ആൻഡ് ഏനസ് അറ്റ് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്സ്. നോർമൽ ഹ്യൂമൻസിനെ പോലെ തന്നെ ഇൻസെക്റ്റിന് എന്തുണ്ട്, ട്യൂബുലാർ ആയിട്ടുള്ള അലിമെന്ററി കനാലുണ്ട്. അപ്പർ ആയിട്ടുള്ള എന്താണ്, ആന്റീരിയർ ആയിട്ടുള്ള മൗത്തും പോസ്റ്റീരിയർ ആയിട്ടുള്ളത് ഏനസും ഉണ്ട്. ഇനി ഡോർസൽ ഹാർട്ട് വിത്ത് വാൽവ് ലൈക്ക് ഓസ്റ്റിയ. ഇനി അവർക്ക് ഹാർട്ട് ഉണ്ടോ, ഇൻസെക്റ്റിന് ഹാർട്ട് ഉണ്ടോ? യെസ്, അവർക്ക് ഹാർട്ട് ഉണ്ട്. അവരുടെ ഹാർട്ടിനെ പറഞ്ഞ പേരാണ് ഡോർസൽ ഹാർട്ട്. അതിന് വാൾവുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന് വാൾവ് ഉണ്ടല്ലേ, അതുപോലെ ഇൻസെക്റ്റിന്റെ ഹാർട്ടിന് വാൾവുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയ. നമ്മൾ ഫിസിയോളജി പോർഷനിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഫിസിയോളജി പഴയ നമ്മുടെ സോയിൽ കൺസർവേഷന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസെക്ട് ഫിസിയോളജി പോർഷൻ ഇട്ടിട്ടില്ല. നമുക്ക് പുതിയ സിലബസ് നോക്കാം. പുതിയ സിലബസിൽ ഫിസിയോളജി പാർട്ട് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫിസിയോളജി പാർട്ട് പഠിപ്പിക്കത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ ഫിസിയോളജി പോർഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജി ഇല്ല എന്ന് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം. ഇതൊക്കെ ബേസിക് പോയിന്റ്സുകളാണ്. ഇനി ഡോർസൽ ബ്രെയിൻ, അവർക്ക് ബ്രെയിൻ ഉണ്ടോ ഇൻസെക്റ്റിന്? യെസ്, ദേ ഹാവ് ഡോർസൽ ബ്രെയിൻ വിത്ത് വെൻട്രൽ നെർവ് കോഡ്. ഡോർസൽ ബ്രെയിൻ വിത്ത് വെൻട്രൽ നെർവ് കോഡാണ്. നമുക്ക് എങ്ങനെയാ, ആന്റീരിയർ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഉണ്ട് അല്ലെ, ഏറ്റവും തലച്ചോറ് എന്ന് പറയുന്ന സാധനം. എന്നിട്ട് നമുക്ക് എങ്ങനെയാ, നമുക്ക് ഡോർസൽ ആയിട്ടാണ് നെർവ് കോഡ്, അല്ലെങ്കിൽ നമ്മുടെ എന്ത് നട്ടെല്ല് എന്ന് പറയുന്ന സാധനം പോകുന്നത് അല്ലെ. പക്ഷെ ഇവർക്ക് നേരെ ഓപ്പോസിറ്റാ. ഡോർസലില് ബ്രെയിൻ വരും, വെൻട്രലില് നെർവ് കോഡ് പോകും. ഓക്കെ, അങ്ങനെയാണ്. ഇനി സ്ട്രയേറ്റഡ് ആയിട്ടുള്ള മസിൽസ് ഉണ്ട്. നമുക്കുള്ള പോലെ തന്നെ ഇവർക്കും ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉള്ള മസിൽസുകളുണ്ട്. ഇനി നോ സീലിയ. സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ എന്നാണ്. ഹെയർ ലൈക്ക് അപ്പൻഡേജസ് അല്ലെങ്കിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്നതാണ് സീലിയ. ഹെയർ ലൈക്ക് എന്താണ്, വൈബ്രറ്റൈൽ സ്ട്രക്ചേഴ്സ് ഓൺ ദ സെൽ സർഫസ്. അവർക്ക് സീലിയ ഉണ്ടാവത്തില്ല. ഇനി പെയർഡ് ആയിട്ടുള്ള സെഗ്മെന്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് അവർക്കുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, സെഗ്മെന്റഡ് ബോഡി. അപ്പൊ ഇത്രയാണ് ഒരു ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡയ്ക്കുള്ളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇത് നമ്മൾ ഫൈലം ആർത്രോപോഡ തന്നെയാണ് പഠിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ഇൻസെക്റ്റിന്റെ ഏതാണ്, ഹെക്സാപോഡയ്ക്ക് നമ്മൾ പറയുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഞാൻ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് പറഞ്ഞാണ്. ഇനി ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഇൻസെക്ട് ഓർഡർ. ഓർമ്മിച്ച് വെച്ചേക്കാം, ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഇൻസെക്ട് ഓർഡർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഓർമ്മിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലാർജസ്റ്റ് ഫാമിലി വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ കോളിയോപ്റ്ററിന്റെ ഉള്ളിൽ വരുന്ന കുർക്കുലിയോണിഡെ, നമ്മുടെ വീവൽസിന്റെ ഫാമിലിയാണ് നമ്മൾ ലാർജസ്റ്റ് ഫാമിലി ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്കറിയാം. നെക്സ്റ്റ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം വായിച്ച് പഠിക്കണം കേട്ടോ, ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട്, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്ന ഇൻസെക്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഡെസേർട്ട് ലോക്കസ്റ്റ്, ഷിസ്റ്റോസെറ ഗ്രിഗേറിയ. സയന്റിഫിക് നെയിം ഓർമ്മിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷിസ്റ്റോസെറ ഗ്രിഗേറിയ എന്നാണ്, ഡെസേർട്ട് ലോക്കസ്റ്റ് ആണ്. നമ്മൾ എന്താണ് ഇന്റർനാഷണൽ പെസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ആരാണ് ഇന്റർനാഷണൽ പെസ്റ്റ് എന്നൊക്കെ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. ആരെ, നമ്മളെ ഈ ഡെസേർട്ട് ലോക്കസ്റ്റിന്. ഇനി ഇൻസെക്ട് എന്തുകൊണ്ട് ഇത്രയും ഡോമിനൻസ് ആയി? നമ്മൾ പറഞ്ഞു നമ്മുടെ വേൾഡില് മോസ്റ്റ് ഡോമിനന്റ് ആയിട്ടുള്ള ആനിമേലിയ ഗ്രൂപ്പാണ്, ആനിമൽസിന്റെ ഉള്ളിൽ വരുന്ന ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഇൻസെക്ട്. എന്തൊക്കെ റീസൺസ് ആണ് ഇൻസെക്ട് ഇത്രയും ഡോമിനൻസ് ആവാനുള്ളതെന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? കപ്പാസിറ്റി ഫോർ ഫ്ലൈറ്റ്, പറക്കാനുള്ള കഴിവ്. ദെൻ മോർ അഡാപ്റ്റബിലിറ്റി ഓർ യൂണിവേഴ്സാലിറ്റി, അവർക്ക് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ കണ്ടീഷനിലും. നമുക്കറിയാം ഡെസേർട്ടിലെ ഇൻസെക്ട് ഉണ്ട്, അക്വാട്ടിക്കില് കണ്ടീഷനിൽ ഇൻസെക്ട് ഉണ്ട്. ഏതൊരു എക്കോസിസ്റ്റം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻസെക്ട്സ് ഉണ്ട്. ഇനി ഹിമാലയൻ കണ്ടീഷനിൽ ഗ്ലേസിയൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇൻസെക്ട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് അത്രയും അവർക്ക്
അഡാപ്റ്റബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി ഉണ്ട്. യൂണിവേഴ്സൽ ഏതൊരു എക്കോസിസ്റ്റത്തിലേക്കും അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്മോളർ സൈസ്, ചെറിയ സൈസ് തന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ ആണ്. ദെൻ പ്രസൻസ് ഓഫ് എക്സോസ്കെലിറ്റൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റെസിസ്റ്റൻസ് ടു ഡെസിക്കേഷൻ, ഈ എക്സോസ്കെലിറ്റൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഡെസിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ അല്ലെ, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ട്രക്കിയൽ സിസ്റ്റം ഓഫ് റെസ്പിറേഷൻ, അവരുടെ റെസ്പിറേഷൻ ട്രക്കിയൽ സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് അവരുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് അവർക്കുള്ളത്. അത് നമ്മളെ പോലെയല്ല, നമുക്ക് ഇത് ഒരു നോസ്ട്രിൽസ് മാത്രമേ ഉള്ളൂ അല്ലെ, നോസ്ട്രിൽസിൽ കൂടെ നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തു കളയുന്നു. പക്ഷേ ഇൻസെക്ട്സിന് അങ്ങനെയല്ല, ബോഡിയിൽ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഒരു ട്രക്കിയൽ സിസ്റ്റം, അവരുടെ ബോഡിയുടെ പല പല ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി ഓപ്പണിങ്സുകളുണ്ട്. അപ്പൊ അത് അവരുടെ കൂടുതൽ അഡാപ്റ്റേഷന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ഹയർ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ, ഹയർ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലും അവർക്കുണ്ട്. ഇതൊക്കെയാണ് ഡോമിനൻസിന്റെ റീസൺസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സ് എടുത്തേ, പെട്ടെന്നാവട്ടെ. ചാറ്റ് ബോക്സ് എല്ലാവരും എടുത്തെന്ന് വിചാരിക്കുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആൻസർ ഒന്ന് എല്ലാവരും പറഞ്ഞേ. കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കണം, വായിച്ചു നോക്കിയിട്ട് ആൻസർ ഇടാവും. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇൻസെക്ട്സ്. ഓൾ ഇൻസെക്ട്സ് ആർ പെസ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും. ഓൾ പെസ്റ്റ് ആർ ഇൻസെക്ട്സ്. നെക്സ്റ്റ്, സ്മാളർ സൈസ് ആൻഡ് യൂണിവേഴ്സാലിറ്റി ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസെക്ട് ഡോമിനൻസ്. ഇൻസെക്ട് ഡോമിനൻസിന് കാരണം സ്മാളർ സൈസും യൂണിവേഴ്സാലിറ്റിയും ആണ്. Then the endoskeleton plays a more significant role than the exoskeleton in insect survival. Okay, then it is a tracheate arthropod. Trachea അല്ലെങ്കിൽ tracheal system ഉള്ള ഒരു arthropod ആണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? 1, 2, 3, 4. ഇതിൽ ഏതാന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, പെട്ടെന്നാവട്ടെ. യെസ്, 2-3 പേര് പറഞ്ഞു. എത്ര പേരുണ്ട്? 16 പേരുണ്ട്. പെട്ടെന്ന് പറയാം, 10 പേരെങ്കിലും പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അമ്മയെ പറഞ്ഞു. ഞാൻ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാലോ. സോറി, ആ മൈക്കിന്റെ ചിഹ്നം താഴേക്കായി പോയതാണ്. എ ആൻഡ് സി ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, എ ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്കറിയാം, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാന്ന് നോക്കാം. ഓൾ ഇൻസെക്ട്സ് ആർ പെസ്റ്റ്. എല്ലാ ഇൻസെക്ട്സും പെസ്റ്റ് ആണോ? ദെൻ എല്ലാ പെസ്റ്റുകളും ഇൻസെക്ട് ആണോ? അല്ല, അല്ലെ? നമുക്കറിയാം ഇൻസെക്ട്സിൽ തന്നെ ബെനഫിഷ്യൽ ഇൻസെക്ട്സും ഉണ്ടല്ലേ. നമുക്ക് ബെനഫിഷ്യൽ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കോഴ്സ് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓൾ ഇൻസെക്ട്സ് ആർ പെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി എല്ലാ പെസ്റ്റും ഇൻസെക്ട് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല, എല്ലാ പെസ്റ്റും ഇൻസെക്ട് ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞല്ലേ മൈറ്റ് ഇൻസെക്ട് ആണോ? അല്ല അല്ലേ, അത് അരാക്കിനിഡ്സ് ആണ്. ഹെക്സാപോഡ ആണോ? അല്ല. അപ്പം നോൺ ഇൻസെക്ട് പെസ്റ്റും എന്താണ്? ഉണ്ട്. അപ്പം എല്ലാ ഇൻസെക്റ്റും പെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ പെസ്റ്റും ഇൻസെക്ട് ആണെന്നും പറയാൻ പറ്റത്തില്ല. ഇനി സ്മോളർ സൈസും യൂണിവേഴ്സാലിറ്റിയും അവരുടെ ഡോമിനൻസ് ക്യാരക്ടറിൽ പെട്ടതാണ്. അപ്പൊ സോ ഇറ്റ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, എൻഡോസ്കെലിറ്റൻ പ്ലേസ് എ മേജർ റോൾ. ആണോ? എൻഡോസ്കെലിറ്റൻ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരാണ്? എക്സോസ്കെലിറ്റൻ ആണല്ലേ. അവരുടെ കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് തെറ്റ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ട്രക്കീഡ് ആർത്രോപോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രക്കിയ ഉണ്ടല്ലേ. അപ്പൊ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ ഏതൊക്കെയാണ് തെറ്റായിട്ട് വരുന്നത്? എയും സിയും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ആ പിക്ചർ ഇവിടെ ഇട്ടപ്പോ തെറ്റിപ്പോയതാണ് കേട്ടോ, സോറി. അപ്പൊ നെക്സ്റ്റ് ഒരു പോർഷനിലേക്ക് പോവാണ്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ്, അല്ലെങ്കിൽ നമുക്ക് ഇയർ ചോദിക്കാൻ, ഞാൻ എന്റമോളജിയിൽ ഇതുവരെ അങ്ങനെ ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്നാലും ആ പോസിബിലിറ്റി കളയാൻ പറ്റത്തില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കണം. പ്രീവിയസ് പണ്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു റീസെന്റ് നടന്ന എക്സാംസിനൊന്നും ഇയർ ചോദിച്ചിട്ടില്ല. പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് ഈ ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് പ്ലാന്റ് ക്വാറന്റൈൻ ആക്ട്.
ഓക്കെ. പ്ലാന്റ് ക്വാറന്റൈൻ ആക്ട് 1912 ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട് 1914 തിരിഞ്ഞു പോകരുത്. മോസ്റ്റ്ലി മിക്കുള്ളവർക്ക് ഇത് രണ്ടും തിരിഞ്ഞു പോകാറുണ്ട്. പ്ലാന്റ് ക്വാറന്റൈൻ ആക്ടും 1914 ഓർമ്മിച്ച് വെക്കാറുണ്ട്. തെറ്റരുത്, കറക്റ്റ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു പോവാം. പ്ലാന്റ് ക്വാറന്റൈൻ ആണ് എങ്കിൽ 1912 ആദ്യമായിട്ട് നമ്മൾ ക്വാറന്റൈൻ ആക്ട് കൊണ്ടുവന്ന പ്ലാന്റ്സിനല്ലേ 1912. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട് വന്നത്. ഓക്കെ. പിന്നെ ചോദിക്കാൻ ചാൻസ്, ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നെക്സ്റ്റ് DPPQ&S, ഇത് എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. DPPQ-Xന്റെ എക്സ്പാൻഷൻ, ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ക്വാറന്റൈൻ ആൻഡ് സ്റ്റോറേജ്, അത് ഓർമ്മിച്ച് വെച്ചേക്കണം. അതിന്റെ ലൊക്കേഷൻ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ, ഫരീദാബാദ്. ഇയർ ചോദിക്കുന്ന അങ്ങനെ അധികം കണ്ടിട്ടില്ല. ദെൻ പിന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് ആൻഡ് റൂള്. ആക്ട് വന്നത് 1968, റൂൾ വന്നത് 1971. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചാൻസ് ഉള്ളത് NBAR ആണ്. നാഷണൽ ബ്യൂറോ ഓഫ് അഗ്രികൾച്ചർ ഇൻസെക്ട് റിസോഴ്സ് ബാംഗ്ലൂർ ആണ്. NBAR ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ. ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ കണ്ടിട്ടുള്ളത് NBAR ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ NCIPM, നാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, NCIPM ന്യൂഡൽഹി ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ സെൻട്രൽ സിൽക്ക് ബോർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ ആണ്. സെൻട്രൽ സിൽക്ക് ബോർഡ്, CSB എന്നൊക്കെ ചിലപ്പോൾ ഷോർട്ട് ഫോമിൽ ചോദിക്കാം, സെൻട്രൽ സിൽക്ക് ബോർഡ്. പിന്നെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുള്ളത് ഓക്കെ, സെൻട്രൽ സിൽക്ക് ബോർഡ് ആണ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ളതൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കുക, ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു പോവാണ്. നെക്സ്റ്റ് സയന്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. നമുക്ക് ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു തരാണ്. എപ്പോഴും മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് HPR. HPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസ്. ആരാണ്? നമ്മുടെ പെയിന്റർ RH പെയിന്റർ. ഓക്കെ, ആരാണ്? RH പെയിന്റർ. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഫാദർ ഓഫ് ഇൻസെക്ട് ഫിസിയോളജി, ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് വിഗിൾസ്വർത്ത്. ഓക്കെ, വിഗിൾസ്വർത്ത്. ബാക്കി ഈ ഫാദർ ഓഫ് ടാക്സോണമി, ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ +2 മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ദാറ്റ് ഈസ് മാർസെല്ലോ മാൽപീജി. അത് ഏതൊരാൾക്കും ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് കുത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളതുമാണ്, ബി ലാംഗ്വേജ്. ഓക്കെ, ആരാണ് ബി ലാംഗ്വേജ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ബി ഡാൻസ് കണ്ടുപിടിച്ചത്? ആരാണ്? കാൾ വോൺ ഫ്രിസ്ക്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ഫ്രിസ്ക് എന്ന് പറഞ്ഞൊരു ടേം ആ ഒരു പേര് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, കാൾ വോൺ ഫ്രിസ്ക്. ഇത്രയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിഫിഷ്യൽ ബീഹൈവ്. ആർട്ടിഫിഷ്യൽ ബീഹൈവ് ആരാണ്? കാരണം നമ്മുടെ POP-യിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടൺ ആണ് ആർട്ടിഫിഷ്യൽ ബീഹൈവ്. കാരണം നിങ്ങൾ ആ POP നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും, എപ്പിയറിന്റെ പോർഷനിൽ 2 ടൈപ്പ് ഓഫ് ഹൈവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ലാങ്സ്ട്രോത്ത് ഹൈവും ന്യൂട്ടൺസ് ഹൈവും. ഓക്കെ, അപ്പം അത് കൊണ്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കുക, വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, POP-യിലൊക്കെ മെൻഷൻ ചെയ്തതായതുകൊണ്ട്. ഓക്കെ. പിന്നെ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്, കുറച്ചുകൂടി ഡീപ്പായിട്ട് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക് നമ്മൾ SIT എന്ന് ചിലപ്പോൾ ഷോർട്ട് ഫോമിൽ ചോദിക്കാം, സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്ക്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ബൈ F. നിപ്ലിംഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ. ഇനി കുറച്ച് നമ്മുടെ കുറച്ചുകൂടി ഹിസ്റ്ററിക് പോർഷനിലേക്ക് പോവാണ്. ഹിസ്റ്ററി നമ്മുടെ ഈ സിസ്റ്റം ആൻഡ് നാച്ചുറിനെ കുറിച്ചിട്ടും കാൾ ലിനേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആളാണ്. കുറച്ചുകൂടി എൻഡമോളജി പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റെഗുലർ വർക്ക് ഓൺ ഇന്ത്യൻ ഇൻസെക്ട്സ്, അത് സ്റ്റാർട്ട് ചെയ്തത് കോയിനിങ് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്, കോയിനിങ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്മരണാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ കോട്ടണിലെ ഒരു ബഗ് ഉണ്ടല്ലേ, റെഡ് കോട്ടൺ ബഗ്, ഇദ്ദേഹത്തിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡിസ്ഡർഗസ് കോയിനിജി. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഡിസ്ഡർഗസ് സിംഗുലാരിസ് എന്നാണ് പറയാറ്, പഴയ പേര് ഡിസ്ഡർഗസ് കോയിനിജി എന്നായിരുന്നു കേട്ടോ. കോയിനിജി, കോയിനിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥം നമ്മൾ ഫാബ്രീഷ്യസ് പേര് കൊടുത്തതാണേ. ഓക്കെ.
നെക്സ്റ്റ് നമ്മുടെ ഫാബ്രീഷ്യസ്. ഹു ഇസ് ഫാബ്രീഷ്യസ്? ഫാബ്രീഷ്യസ് ആണ് 1000 ഇന്ത്യൻ ഇൻസെക്ട് സ്പീഷീസ് ഇൻ ഹിസ് പബ്ലിക്കേഷൻ. ആദ്യമായിട്ട് എൻഡമോളജി സിസ്റ്റമാറ്റിക്ക എന്ന് പറയുന്ന പബ്ലിക്കേഷനിൽ ഇന്ത്യയിലുള്ള 1000 ഇൻസെക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത ആളാണ് ഫാബ്രീഷ്യസ്. ഓക്കെ, ഇനി നമുക്ക് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ വന്നത് ഫസ്റ്റ് സയന്റിഫിക് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയായിരുന്നു? കൽക്കത്ത. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് വായിച്ചു പോകുന്നുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇതൊന്നും അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഹിസ്റ്ററി പാർട്ടില് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻ ഇതാണ്. നൈസ്വില്ലെ. നൈസ്വില്ലെയാണ് ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ഓർമ്മിച്ച് വെച്ചേക്കുക, മിക്കുള്ളവരും തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് മാക്സ്വെൽ ലെഫ്രോയ്. മാക്സ്വെൽ ലെഫ്രോയ് ഫസ്റ്റ് ഇംപീരിയൽ എൻഡമോളജിസ്റ്റ്. ഓക്കെ, അപ്പൊ ലെഫ്രോയി ആണ് ഇംപീരിയൽ എൻഡമോളജിസ്റ്റ്. പക്ഷെ ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരാണ്? നൈസ്വില്ലെയാണ്. ഓക്കെ, നൈസ്വില്ലെയാണ് ഫസ്റ്റ് എൻഡമോളജിസ്റ്റ്. പക്ഷെ ഇംപീരിയൽ എൻഡമോളജിസ്റ്റ് നമ്മൾ പറയുന്നത് ലെഫ്രോയിനെയാണ്. ഓക്കെ, ലെഫ്രോയിനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആണ് ഏത്? ഇന്ത്യൻ ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറയുന്ന ബുക്കും ഇന്ത്യൻ ഇൻസെക്ട് ലൈഫ് എന്ന് പറയുന്ന ബുക്കും. ഓക്കെ, IIP ആൻഡ് IIL രണ്ടും നമ്മുടെ മാക്സ്വെൽ ലെഫ്രോയിന്റെ ആണ്. ഓക്കെ, പിന്നെ അത് മതി. ഈ ഒരു പോർഷൻ എന്തായാലും തെറ്റാതെ കറക്റ്റ് പഠിച്ചു വെച്ചേക്കണം, തിരിഞ്ഞു പോകരുത്. ഓക്കെ, യെസ്. പിന്നെ ഓർമ്മിക്കേണ്ട ഒരാള് ഈ HS പ്രൂത്തി. HS പ്രൂത്തി, ഹെംസിംഗ് പ്രൂത്തി എന്ന് പറയും. നമ്മൾ HS പ്രൂത്തി എന്നാണ് കൂടുതൽ പറയാറ്. ഇദ്ദേഹം എൻഡമോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ എൻഡമോളജിസ്റ്റ് ആയിരുന്നു എന്നുള്ളതും കൂടി ഓർമ്മിച്ച് വെച്ചേക്കണം. വേണമെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പോൾ വിട്ടുപോകാത്ത ഒരു പോയിന്റ്. കാരണം HS പ്രൂത്തിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള, നമ്മുടെ ഇന്ത്യൻ എൻഡമോളജി ഹിസ്റ്ററിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. ഓക്കെ, താങ്ക് യു.